ഞാനിപ്പോൾ ഉള്ളത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ വേദിക്ക് മുന്നിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് കഴിയും. CJPയുടെ പ്രതിഷേധ വേദിയാണ് ഇവിടെ ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഈ വൈകുന്നേരം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതും പിന്തുണ അറിയിച്ചുകൊണ്ട് നേതാക്കളടക്കം സാംസ്കാരിക പ്രവർത്തകരടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. തൊട്ടിപ്പുറത്താണ് കേരളത്തിൻ്റെ ഒരു സംഭാവന എന്ന് വേണം കുട്ടീസ് ദോശക്കട. അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. സ്വാഗതം കേരള എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജന്തർ മന്ദർ ദോശവാല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രതിഷേധക്കാരടക്കം ഇവിടെ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ തൃശ്ശൂരിലെ ചേലക്കര സ്വദേശിയായിട്ടുള്ള ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മണികണ്ഠൻ ചേട്ടൻ്റെ ദോശ, ഒപ്പം തന്നെ ആ ദോശക്കടയിലെത്തി ഈ ഉഴുന്നുവടയും ഒപ്പം തന്നെ ഇതും കഴിക്കുന്ന സാഹചര്യമാണ് കഴിക്കുന്ന ഇത് കാണിക്കുന്ന. ഇപ്പം നല്ല ഒന്നാം തരം സാമ്പാർ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ന്യൂഡൽഹി ട്രേഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ജന്തർ മന്ദറിന് സമീപത്തുള്ള കൊണാട്ട് പ്ലേസിലെ അടക്കം കടകൾ അടച്ചിടാൻ ഒരു തീരുമാനം അത് വന്നിരിക്കുന്നു. ചേട്ടാ, ഇപ്പോൾ കടകൾ അടച്ചിടാനൊരു നിർദ്ദേശം NDTC നാഷണൽ ന്യൂഡൽഹി ട്രേഡേഴ്സ് അസോസിയേഷൻ NDMCയും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിനകത്ത് ചേട്ടൻ എന്താ അറിഞ്ഞിരുന്നോ? ഇല്ല, ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം അങ്ങനെ പറയുന്നു കേട്ടു. അങ്ങനെ ഉള്ളത് അങ്ങനെ വരികയാണെങ്കിൽ അതിനോട് ഒത്തുപോകല്ലേ നിവൃത്തിയുള്ളൂ. ഇപ്പൊ ഈ ജന്തർ മന്ദറിന് സമീപത്തെ കടകൾ അടയ്ക്കാനാണ് നിർദ്ദേശം. അതായത് ഇവിടുന്ന് കൂടുതൽ പ്രതിഷേധക്കാർ ഭക്ഷണത്തിനായി എത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. അപ്പം ഇല്ല, നമ്മുടെ അവിടെ അങ്ങനെ ഭക്ഷണത്തിനായിട്ട് വരുന്ന റാലിക്കാരങ്ങനെ വരുന്നില്ല. നമുക്ക് വരുന്ന ഭക്ഷണം നമ്മുടെ കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നും വരാത്ത കാരണം നമുക്ക് കച്ചവടം ഇല്ല. പൊതുവെ കച്ചവടം കുറവാണ്. ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെയാണോ അങ്ങനെ? ഇവിടെ സമരം ഉണ്ടെന്ന് വണ്ടികൾ ഇവിടെ വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ എത്തുന്നവരാരും ഇതൊക്കെ പരീക്ഷിക്കാനായിട്ട് വരുന്നുണ്ടോ? അല്ല, എങ്ങനെ മനസ്സിലായില്ല? അതായത് ഉഴുന്നുവട പരീക്ഷിക്കാൻ കേരള കഴിക്കാൻ വരാറുണ്ട്, കഴിക്കാൻ വരുന്നവരുണ്ട്. അല്ലാതെ ഒത്തിരി കച്ചവടം കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കച്ചവടം ഇല്ല എന്ന് തന്നെ പറയാം. കച്ചവടം ഇല്ല. അപ്പൊ ഈ കേരളത്തിലെ ദോശയാന്ന് തോന്നുന്നു ഇവിടെ എനിക്ക് കാണുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ഉപ്പുമാവുണ്ട്, ഇഡലിയും വടയും, ദാൽവട, പ്ലെയിൻ ദോശ, മസാല ദോശ. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ എല്ലാ സാധനം, അതോടൊപ്പം ദക്ഷിണേന്ത്യൻ പലഹാരങ്ങളാണുള്ളത്. എന്നിട്ടും ആളുകൾ വരുന്നില്ല. റാലി ഉണ്ടെന്നുണ്ടെങ്കിൽ വരാറില്ല. ഉള്ളൂ. റാലിക്ക് പിന്തുണ ഉണ്ടോ? റാലിക്ക് ചേട്ടൻ പിന്തുണ കൊടുക്കുന്നുണ്ടോ? കൊടുത്തല്ലേ പറ്റുള്ളൂ. റാലിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണ കൊടുത്തല്ലെങ്കിലേ പറ്റുള്ളൂ. ഒപ്പം തന്നെ NDMCയുടെ ഈ ട്രേഡേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഈ ഒരു നിർദ്ദേശം അത് അംഗീകരിച്ചാലല്ലേ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മണികണ്ഠൻ ചേട്ടൻ നൽകിയിരിക്കുന്നത്. പക്ഷേ കുട്ടി സ്വാഗതം കേരള എന്ന ഈ ദോശക്കടയ്ക്ക് മുന്നിൽ വലിയ തിരക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണ ദില്ലിയിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ ദില്ലിയിലെ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഇതൊരു മലയാളി കടയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ എത്തുന്ന ആളുകളുണ്ട്. ഇവിടെ കുറേയധികം പോലീസിൻ്റെ ബാരിക്കേഡൊക്കെ വെച്ചതുകൊണ്ട് ഇവിടേക്ക് എത്താൻ കഴിയാത്ത റെഗുലറായിട്ടുള്ള കുറച്ച് ഉപഭോക്താക്കളുണ്ട്. അവർക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് തൊട്ടടുത്ത ഈ കട, അതിന് പിന്തുണ കട മുതലാളി നൽകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.